സാറേ, നമ്മുടെ KSEBയും KSRTC ഒക്കെ പൂട്ടുമെന്നാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെ വൈറ്റ് പേപ്പർ പറയുന്നത്. നമ്മുടെ സ്ത്രീകളുടെയൊക്കെ ഫ്രീ യാത്ര മുടങ്ങുമോ? നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അതിനകത്തോട്ട് പിന്നെ വരാം. നമുക്ക് ആദ്യം ഈ വൈറ്റ് പേപ്പറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് ഒരു ഗവൺമെന്റും അങ്ങനെ ഒരു അടുത്ത പുതിയ ഗവൺമെന്റ് വരുമ്പോൾ മറ്റേ ഗവൺമെന്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ തന്നിട്ടാണ് പോയെന്ന് ഒരു ഗവൺമെന്റും പറയാറില്ല. ഇപ്പോൾ തന്നെ അവർ പറയുന്ന പോയ ഗവൺമെന്റ് പറയുന്ന 5421 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് അവർ പോയെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നു. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അത് 2000 കോടിയിലൂടെ താഴ്ന്നു. അത് ഇനിയും ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് കൊടുത്തു തീർക്കാനുണ്ട്. അപ്പൊ അത് ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് ഈ വൈറ്റ് പേപ്പർ കൊണ്ടുവരുന്നത്. ഇത്തവണ വച്ചിരിക്കുന്ന ഈ വന്ന വൈറ്റ് പേപ്പറിന് ഒരു ഗുണം പറ്റിയിട്ടുണ്ട്. എന്താ വെച്ചാല് ഈ കമ്മിറ്റിയുടെ ഇതിന്റെ കമ്മിറ്റിയെ കുറിച്ചൊരു ആശയമില്ല, അവരുടെ റെക്കമെൻഡേഷനെ കുറിച്ചൊരു ആശയമില്ല. എല്ലാം ഒരുവിധം പേരുകേട്ട ആൾക്കാരാണ്, ഇംപെക്കബിൾ ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. KM ചന്ദ്രശേഖർ, അദ്ദേഹം നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നു സെൻട്രലില്. ജ്യോതിലാല് ഇവരുടെ കൂടെ തന്നെ പിന്നെ സെക്രട്ടറി ആയിരുന്നു, ഇവരുടെ ഇടത് സർക്കാരിന്റെ തന്നെ സെക്രട്ടറി ആയിരുന്നു. ഈ D നാരായണ, അദ്ദേഹം ഗുലാട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. ഡോക്ടർ വീരമണി, അദ്ദേഹം CDSന്റെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഡയറക്ടറാണ്. അപ്പൊ അവരൊക്കെ ഇവരുടെ തന്നെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഫൈൻഡിങ്സിലോ റെക്കമെൻഡേഷൻസിലോ ഒന്നും തന്നെ ഒരു അപാകതയും ആർക്കും പറയാൻ പറ്റുന്നില്ല. അതാണ് ഈ ഇപ്പോഴത്തെ വൈറ്റ് പേപ്പർ ഉണ്ടായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനോട് വന്നു കഴിഞ്ഞാൽ കടം 5,07 ലാഖ് ക്രോസ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ മൊത്ത കടം. അതായത് ആളോഹരി കടം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,45,000 നമുക്ക് എല്ലാവർക്കും, സുരേഷ് എനിക്കും ഒക്കെ തന്നെ കടമുള്ള സന്ദർഭം. ഒരാൾക്ക് 1,40,45,000 രൂപ കടത്തിലാണ്. അങ്ങനെയുള്ള 3.5 കോടി ജനങ്ങൾക്കാണ് ഈ 5.07 ലാക്സ് കടമുള്ളത്. അതില് ഈ 5.07 ലാഖ് ക്രോസ് എന്ന് പറയുന്നത് ഈ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 35% വരും ആലോചിക്കണം. അതാണ് അതിന്റെ റിലവൻസ്. അതിന്റെ എമൗണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കും. മറ്റ് സ്റ്റേറ്റുകളൊക്കെ അതിന്റെ വളരെ താഴെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നു. പിന്നെ പെൻഡിങ് ഓബ്ലിഗേഷൻസ് നമുക്ക്, പിന്നെ കിഫ്ബി, ഇത് പോയിട്ട് കിഫ്ബിയുടെ ഓബ്ലിഗേഷൻ 56,000 കോടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ഫോറൻസിക് ഓഡിറ്റ് നടത്തണം തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ പെൻഡിങ് ഓബ്ലിഗേഷൻ 48,733 കോടി സർക്കാരിന്റെ പേരെ നിൽക്കുന്നു. ഈ DA അരിയേഴ്സ്, പിന്നെ പെൻഷൻ അരിയേഴ്സ്, അങ്ങനെ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ള അതെല്ലാം കൂടെ ഒരു 48,800 കോടി രൂപ ബാക്കി നിൽക്കുന്നു. പിന്നെ ഈ 77%, അതായത് റവന്യൂ വരുമാനത്തിന്റെ 77% ഈ പറഞ്ഞ റെക്കറിങ് എക്സ്പെൻസ്, സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ് പേയ്മെന്റ് അതിനെ കിടക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് തന്നെ 20.95 ക്രോസ് ആണ്, പെർസെൻറ്റേജ് ആണ് നമ്മുടെ മൊത്ത വരുമാനത്തിന്റെ കാശ് പോകുന്നത്. ആലോചിച്ച് നോക്കുക, അതാണ് പൊസിഷൻ. പിന്നെ ഈ ഡെവലപ്മെന്റ് ചിലവാക്കുന്ന, അപ്പൊ അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 77% ഓഫ് റവന്യൂ വരുമാനം. അപ്പോ ഡെവലപ്മെന്റിന് വേണ്ടി ചിലവാക്കുന്ന എത്രയാണ്? 23%. അത്രേ ഉള്ളൂ. അത് മൂലധന ചെലവ് പിന്നെ നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ 1.3% മാത്രമേ ഉള്ളൂ. മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇതിനൊക്കെ വളരെ ഇതിന്റെ ഡബിളും ട്രിപ്പിളും ഒക്കെയാണ്. ഈ കടമെടുക്കുന്ന പണം റവന്യൂ ചെലവുകൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ കിഫ്ബിയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊരു വളരെ സ്കാത്തിങ് ആയിട്ട് റിമാർക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ പണ്ടുതൊട്ടേ പറഞ്ഞാണ്. ആ മസാല ബോണ്ട് ഫ്ലോട്ട് ചെയ്യപ്പോൾ തന്നെ ഞാൻ പല ഫോറങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് മാർക്കറ്റ് റേറ്റ് 7 to 7.5% നമ്മുടെ ഇന്ത്യ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കാശ് കിട്ടുമായിരുന്നു. ആ സമയത്താണ് ഇവർ കൊണ്ടുപോയി ലണ്ടനിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് എന്ന് പറഞ്ഞിട്ട് 9.56%, അതായത് 2% കൂടുതൽ കൊടുത്താണ് നമ്മൾ കടമെടുത്തത്. ഇനി അതോ അവിടെ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് വേറെ. ഈ കാശൊക്കെ ഡിസ്ക്രൈബ് ചെയ്തത് കനേഡിയൻ കമ്പനി ആയിരുന്നു, ലാവലിൻ കമ്പനി ആയിരുന്നു എന്നും അതിന്റെ വിഹിതം ഇവിടെ കിട്ടിയിട്ടു എന്നൊക്കെ അന്ന് തന്നെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ അക്യുമുലേറ്റഡ് ലോസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് 72,851 കോടി എന്നാ പറഞ്ഞത്. ആലോചിച്ച് നോക്കി.
ഔട്ട് ഓഫ് 35 crores ഓഫ് പ്രൊജക്റ്റഡ് റവന്യൂ 20,000 crores ഈസ് മിസ്സിംഗ് എന്നാണ്. അതായത് ഈ ഇല്ലാത്ത വരുമാനം കൂട്ടിക്കാണിച്ച കഴിഞ്ഞ ബജറ്റിൽ 35,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിരുന്നത് 20,000 കോടി ഇല്ല. അതായത് കിട്ടും, അതായത് 15th ഫൈനാൻസ് കമ്മീഷനിൽ പറഞ്ഞിരിക്കുന്ന അതേ റവന്യൂ ലോസിന്റെ ഇത് കിട്ടുമെന്നുള്ളത് തീർന്നു. 15th ഫൈനാൻസ് കമ്മീഷൻ, ഇപ്പം 16th ഫൈനാൻസ് കമ്മീഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനകത്ത് അതില്ല, റവന്യൂ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സ്കീം ഇല്ല. അപ്പൊ അത് ഉണ്ടെന്ന് പറഞ്ഞൊരു കള്ളത്തരം. അത് ഈ സ്ഥിരമായിട്ട് കള്ളം പറയുന്നവർക്ക് ഇതൊരു പ്രശ്നമല്ല. അപ്പൊ അങ്ങനെ ഒരു ഊതിപ്പിരിച്ച ഒരു വരുമാനം കാണിച്ചിട്ടാണ് ഈ ഒരു കഴിഞ്ഞ ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് കമ്മിറ്റി സജഷൻസ് പറയുന്നുണ്ട്. അക്യുമുലേറ്റ് ലോസ് അതിന്റെ പിന്നെ അത് കുറയ്ക്കുക, അപ്പോ അതിന്റെ പബ്ലിക് അണ്ടർടേക്കിംഗ്സിന്റെ അക്യുമുലേറ്റഡ് ലോസ് കുറയ്ക്കുക, അതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അതിനകത്ത് KSEBയുടെ പിന്നെ ടോട്ടൽ ലയബിലിറ്റി 38,650 crores ആണെന്നാണ് പറയുന്നത്. അതുപോലെ KSRTCയുടെ ടോട്ടൽ ലയബിലിറ്റീസ് KSEBയുടെ പിന്നെ അക്യുമുലേറ്റഡ് ലോസ് 38,050, KSRTCയുടെ ടോട്ടൽ ലയബിലിറ്റീസ് 17,000 കോടിയാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കാലത്തും രക്ഷപ്പെടാത്ത മൊത്തം എത്ര അക്യുമുലേറ്റഡ് എത്ര വരും സാർ അവിടെ ചേർത്ത്? അല്ല, അത് നമ്മൾ പറഞ്ഞില്ലേ, 78,850 കോടി നമ്മൾ പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഇത് ഒരു കാലത്തും രക്ഷപ്പെടാത്ത രീതിയിലോട്ട് ഈ സംവിധാനം, അവിടെയാണ് ഈ KSEBയുടെ പിന്നെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ പിന്നെ ശമ്പളം കൊടുക്കുന്നത്. അവർ തന്നെ ഫിക്സ് ചെയ്യുന്നു, അവർ തന്നെ എഴുതിയെടുക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് വാങ്ങിക്കും. ഒരു മാനദണ്ഡവും ഒന്നുമില്ല എന്നാണ് മറ്റേ ഡോക്ടർ ബി അശോകന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം. അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള പിന്നെ ഒരു കാര്യം പറഞ്ഞത്, KSEBയെ പ്രൊഫഷണൽ ചെയർമാനെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. എക്കാലത്തെയും പ്രഗത്ഭനായ ഒരു IAS-കാരനായിരുന്നു ബി അശോക്. അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹത്തിനെ നാണം കെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടുന്ന ഒരു സംവിധാനമുണ്ട്. അവിടെ ഭരിക്കുന്ന ഗുണ്ടകളാണ്. അതായത് ഈ സാധാരണ ട്രേഡ് യൂണിയനൊക്കെ ഈ വർക്കേഴ്സിന്റെ ആണ് വളരെ മിലിറ്റന്റ്, പക്ഷെ അവിടുത്തെ ഓഫീസേഴ്സ് ആണ് മിലിറ്റന്റ്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് വേണം, ആര് ഭരിക്കണം, എവിടെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ അത് പിന്നെ വെറുതെ ഒരു റെക്കമെൻഡേഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സാലറി റിവിഷൻ വൺസ് ഇൻ 10 years വരുത്തണം, മാത്രമേ പാടുള്ളൂ. റിട്ടയർമെന്റ് ഏജ് 60 years ആകണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അർബൻ ലോക്കൽ ബോഡീസിനെ കൊണ്ട് സെൻട്രൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ 16th ഫൈനാൻസ് കമ്മീഷൻ പ്രകാരം ഈ സെൻട്രൽ അസിസ്റ്റൻസ് നമ്മുടെ ഈ അർബൻ ബോഡീസിന് കൊടുക്കുന്ന പിന്നെ അസിസ്റ്റൻസ്, സെൻട്രൽ അസിസ്റ്റൻസ് ആൾമോസ്റ്റ് ഡബിൾ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ അവന്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ വിട്ട് അതുമായിട്ട് അവർക്ക് കടമെടുക്കാം, അവരുടെ അസറ്റ്സ് വെച്ചിട്ട് അവർക്ക് കടമെടുക്കാം. അങ്ങനെ ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്നാണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടണമെന്നാണ് ഇവർ പറയുന്നത്. പിന്നൊരു കാര്യം വളരെ ഇതായിട്ട് പറയുന്നത്, ഈ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്, അതായത് ലോങ് ടേം 50 years ലോൺ, ഇൻട്രസ്റ്റ് ഫ്രീ, ആൻഡ് 50,000 crores വരെ സ്റ്റേറ്റ്സിന് എടുക്കാം. 50,000 കോടി രൂപ അത് അവൈൽ ചെയ്യണം എന്നാണ് ഇതിനകത്തുള്ള ഒരു റെക്കമെൻഡേഷൻ. അത് ചെയ്യുമെന്നുള്ള എനിക്കറിയില്ല. പിന്നെ വേസ്റ്റ് എക്സ്പെൻസ്, വേസ്റ്റ്ഫുൾ, അതാണ് ഇവിടെ കഴിഞ്ഞ സർക്കാർ ചെയ്തത് മുഴുക്കെ വേസ്റ്റ്. അതായത് അത് കുറയ്ക്കണം, അത് കുറയ്ക്കാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് പറയുമ്പോഴും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരുപാട് വാരിക്കോരി ഫ്രീ ബീസ് കൊടുക്കുന്ന സ്കീമുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെവിടെ നിന്ന് പൈസ കിട്ടും? ഇപ്പൊ ഇതിനകത്ത് പറയാത്തൊരു കാര്യം അതാണ്, ഈ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, 1000 രൂപ വെച്ച് ആൾക്കാർക്ക് പെൺപിള്ളേർക്ക് കൊടുക്കുന്നതും, പിന്നെ KSRTCയിലെ ഫ്രീ യാത്രയും, ഇതിനൊക്കെ പണം അവിടെ നിന്ന് കണ്ടുപിടിക്കും. അതിനെക്കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല, സൈലന്റ് ആണ്. പിന്നെ ഈ PM ശ്രീ പ്രകാരം നമുക്ക് 1158 കോടി രൂപ നമുക്ക് ഇപ്പൊ തന്നെ ലാപ്സായി കളഞ്ഞു. മൊത്തം 1500 കോടി രൂപ കിട്ടേണ്ടത് ഈ സമഗ്ര ശിക്ഷാവിധികളിൽ 23-24 തൊട്ട് 25-26 വരെ നമ്മൾ 1158 കോടി രൂപ ലാപ്സായി. അതിന് കിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇനിയുള്ളതെങ്കിലും ഏകദേശം 500-600 കോടിയോളം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത്
അവയിൽ അതിന് വെറും ഈഗോ പ്രശ്നം, ഇവർക്കെല്ലാം പ്രശ്നമുണ്ട്. അതെ. ഈ PM ശ്രീ എന്നുള്ളത് പാടില്ല, പേര് പാടില്ല. അതെ. അപ്പൊ അതൊക്കെ ഒന്ന് മറച്ചു വെച്ച് അതൊക്കെ അവൈൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അത് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്, അത് അവൈൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ആയുഷ്മാൻ ഭാരത് അല്ലാതെ മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ സാറേ? ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആ. പ്രധാനമന്ത്രി എന്നല്ലേ പറയുന്നുള്ളൂ, നരേന്ദ്രമോദി എന്ന് പറയുന്നില്ല. ഇല്ല അത് നാളെ നരേന്ദ്രമോദി മാറി മറ്റൊരു പ്രധാനമന്ത്രി. തീർച്ചയായിട്ടും. പിന്നെ അതെനിക്ക് തോന്നുന്നു അവർക്ക് അറിയാമെന്നാണ് വേറൊരു പ്രധാനമന്ത്രി വരാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും അവരെല്ലാം കൂടെ ഒബ്ജക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ആയുഷ്മാൻ ഭാരത് പ്രകാരം ഉള്ള അസിസ്റ്റൻസ്, അത് നമ്മൾ അതിനകത്തോട്ട് ഫുള്ളി ജോയിൻ ചെയ്തിട്ടില്ല. അതിന് പകരം ഇവിടെ ഒരു പറഞ്ഞ ഇവർക്ക് കാരുണ്യ സ്കീം ഉണ്ടെന്നാണ്. കാരുണ്യ സ്കീമില് പിന്നെ അത് എനിക്കൊന്ന് മാണി സാർ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന സ്കീം. ലോട്ടറി ഒക്കെ ഉണ്ടാക്കി. അതെ. ഇപ്പോഴും ആ കാരുണ്യ ലോട്ടറി ഒക്കെ ഉണ്ട്. പക്ഷേ അതിലുള്ള ആ കിട്ടുന്ന പണം അതിന് പാവവാക്കായിട്ടുള്ള ആശുപത്രികൾ കിട്ടുന്നില്ല. ഒരു ആയിരക്കണക്കിന് ലക്ഷം രൂപയുടെ കുടിശ്ശിയാണുള്ളത്. പല ചെറിയ ഹോസ്പിറ്റൽസും അവരുടെ മെയിൻ വരുമാനം ഇതായിട്ട് പോലും മറക്കും. ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പിന്നെ വയനാട്ടിലുള്ള ഒരു ഹോസ്പിറ്റൽ, വയനാട്ടിലുള്ള നമ്മുടെ അഗളിയിലുള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഇവരുമായിട്ട് ആയുഷ്മാൻ ഭാരതുമായിട്ട് ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് പറയുന്ന ഇത്ര കാശ് കിട്ടി, അതിനെ വിധിച്ചുകൂടെ. ഇപ്പം ഒരു 35 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ആശുപത്രിക്ക് കൊടുക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ബാക്കി പിന്നെയും വീണ്ടും അക്യുമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇഫക്റ്റീവ് അല്ല. പിന്നെ നാഷണൽ മിറ്റിഗേഷൻ ഫണ്ട് അസിസ്റ്റൻസ് 315 കോടി രൂപ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. പിന്നെ കോപ്പറേറ്റീവ് റിഫോംസിന് അതിന് അവിടെ ഫണ്ടുണ്ട്. അത് നമ്മൾ കാരണം സെൻട്രൽ കോപ്പറേറ്റീവ് സ്കീമിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാതെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സ്ഥാപനങ്ങളും കൂട്ടുകയാണെങ്കിൽ അതായിരിക്കും പിന്നെ നമ്മുടെ കേരളത്തിൽ നല്ലതെന്നാണ് സുരേഷ് ജി പറഞ്ഞ പോലെ. അല്ല, പൂട്ടാൻ പറ്റുമോ സാർ? അതൊരു പ്രൈവറ്റൈസ് ആണ്. അതാ ഞാൻ പറഞ്ഞത്. പൂട്ടാൻ ഞാൻ ഉദ്ദേശിച്ചത് പൂട്ടിക്കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാവണം. ഇത് പൂട്ടിയിട്ട് പ്രൈവറ്റൈസ് ചെയ്യുക, അവരെല്ലാം നല്ലോണം നടത്തട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ അവർ ചെയ്യേണ്ടത് ഈ NGO ഭരണം. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ KSEB അവിടെ ട്രേഡ് യൂണിയൻസ് ഭരിക്കുന്നത്. മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ മുഴുക്ക ഭരിക്കുന്ന NGOs ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ്. അതും കൂടെ ഒന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒബ്സർവേഷൻ ഒരു കണക്ക് നല്ലതാണ്. അത് പ്രൈവറ്റൈസ് തന്നെ ആകണം എന്നാണ് എൻ്റെ അഭിപ്രായം.